നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, മധ്യനിര ഭരിക്കാൻ കെൽപ്പുള്ള, മധ്യനിരയിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു താരത്തെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ടീമിന് തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് വാല്യൂ ആണ് ഇതിലൂടെ ആഡ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഡ്യൂസൻ ലഗേറ്ററുടെ സൈനിങ്ങിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കാരോലിസ് സ്കിൻസ്കിസിന്റെ ആദ്യ പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞ പോലെ 300ഓളം മത്സരങ്ങൾ യൂറോപ്പിലെ വ്യത്യസ്ത ക്ലബ്ബുകൾക്കായിട്ട് കളിച്ച പരിചയമുണ്ട്. വലിയ എക്സ്പീരിയൻസുമായിട്ടാണ് ഡ്യൂസൻ ലഗേറ്റർ വരുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏജ് ഗ്രൂപ്പ് ടീമിലും സീനിയർ ടീമിലും ഒക്കെ ആയിട്ട് 15 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് വരുന്നത്. സോ എസ് ഡിയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഡ്യൂസൻ ഈസ് എ പ്ലെയർ വിത്ത് കൺസിഡറബിൾ എക്സ്പീരിയൻസ് ആൻഡ് ഹിസ് എബിലിറ്റി ടു കൺട്രോൾ ദി മിഡ്ഫീൽഡ് വിൽ ആഡ് ഗ്രേറ്റ് വാല്യൂ ടു അവർ ടീം. ഡ്യൂസൻ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, മധ്യനിരയിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു താരമാണ്. അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് നമ്മുടെ ടീമിന് ഒരു ഗ്രേറ്റ് വാല്യൂ ആഡ് ചെയ്യപ്പെടുകയാവും ചെയ്യുക. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. വിഷ് ഹിം ദി ബെസ്റ്റ് എന്നാണ് ഇപ്പോൾ കാരോലിസ് സ്കിൻസ്കിസ് പറയുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിലെ കാര്യങ്ങളൊന്ന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. മികച്ചൊരു ഡിഫൻസീവ് മിഡ് വേണ്ടതുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിലാണ് ഡ്യൂസൻ ലഗേറ്റർ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് ഈ സീസണിലേക്ക് വേണ്ടി മാത്രമല്ല, 2026 മെയ് വരെ അടുത്ത സീസണിലേക്ക് കൂടി ഇപ്പോൾ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും താരത്തിൻ്റെ സേവനം ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.